ചില യാത്രകൾ മറക്കാനാവാത്ത മുദ്ര പതിപ്പിക്കുന്നു. ചിലർ വിശ്വാസത്തിൻ്റെ ദീപസ്തംഭങ്ങളായി ആ യാത്രയിൽ നമുക്കിടയിൽ ആത്മീയ പ്രചോദനമായി നിലകൊള്ളുന്നു. 2022 മുതൽ 2025 വരെ ദുബായ് ദൈവസഭയെ അചഞ്ചലമായ ദൈവിക സമർപ്പണത്തിലും വിളിയിലും നയിച്ച പാസ്റ്റർ ഗ്ലാഡ്സൺ ജോണിനും സിസ്റ്റർ സൂസൻ ഗ്ലാഡ്സണിനും ഒരു സ്നേഹോപഹാരം. ഒരു ആത്മീയ കുടുംബത്തിൽ ജനിച്ച പാസ്റ്റർ ഗ്ലാഡ്സൺ ജോൺ പരേതനായ TM ജോണിന്റെയും അന്നമ്മ ജോണിന്റെയും മകനാണ്. പത്തനംതിട്ട ജില്ലയിൽ പൂവത്തൂരിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതം വിശ്വാസത്തിന്റെയും സേവനത്തിന്റെയും ദൈവവിളിയോടുള്ള ആഴമായ പ്രതിബദ്ധതയുടെയും സാക്ഷ്യമാണ്. ദുബായിൽ ശുശ്രൂഷയോടനുബന്ധിച്ച് വരുന്നതിന് മുമ്പ് പാസ്റ്റർ ഗ്ലാഡ്സണും സിസ്റ്റർ സൂസനും തങ്ങളുടെ ജീവിതം ദൈവവിളിക്കായി സമർപ്പിച്ചു. ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിലെ ഒരു ഓർഡെയിൻഡ് ബിഷപ്പായ പാസ്റ്റർ ഗ്ലാഡ്സൺ ജോൺ കേരളത്തിൽ മാത്രമല്ല ന്യൂഡൽഹി, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ ദൈവസഭകളിലും സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്തു. സുവിശേഷ വ്യാപ്തിക്കായി അക്ഷീണം അഹോരാത്രം പ്രവർത്തിക്കുന്ന ഈ പ്രിയപ്പെട്ടവർ ഇന്ത്യയിലുടനീളം 23 പരം വർഷങ്ങൾ സഭാപരിപാലനം വളരെ വിശ്വസ്തയോടെ നടത്തി. സഭാ ശുശ്രൂഷയ്ക്ക് പുറമെ ദൈവസഭയുടെ നേതൃസ്ഥാനങ്ങളിൽ പ്രിയ ദൈവദാസന്റെ സാന്നിധ്യം നിർണായകമായിരുന്നു. YPE, സൺഡേ സ്കൂൾ മുതലായ പുത്രിക സംഘടനകളിൽ ഒരു നിറസാന്നിധ്യമായ പ്രിയ ദൈവദാസൻ ബൈബിൾ സ്കൂൾ അധ്യാപകനായും ദൈവസഭയുടെ നാവായ സുവിശേഷം നാദം മാസികയുടെ എഡിറ്റോറിയൽ ബോർഡ് അംഗമായും ഒക്കെ അദ്ദേഹം തന്റെ കഴിവുകൾ ഉപയോഗിച്ചു. അങ്ങനെ 2022 ദൈവിക നിയോഗത്തിന്റെ പുതു ദൗത്യം ഏറ്റെടുത്ത് ദുബായ് ചർച്ച് ഓഫ് ഗോഡിലെ ശുശ്രൂഷകനായി പ്രിയ ദൈവദാസൻ നിയമിതനായി. ഐക്യതയിലും ആത്മീയ ദർശനത്തിലൂടെയും ദൈവസഭയെ ഈ കഴിഞ്ഞ 3 വർഷക്കാലം നയിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 3 വർഷത്തിനിടയിൽ അവിസ്മരണീയമായ പല നേട്ടങ്ങൾക്കും ദുബായ് ചർച്ച് ഓഫ് ഗോഡ് സാക്ഷ്യം വഹിച്ചു. പാസ്റ്റർ ഗ്ലാഡ്സൺ ജോണിന്റെ പ്രവർത്തന കാലയളവിന്റെ ഒരു രത്നച്ചുരുക്കം ഇവിടെ പങ്കുവയ്ക്കുന്നു. ഗോസ്പൽ ഫെസ്റ്റ് ആത്മീയ വളർച്ചയിലേക്കും ഉണർവിലേക്കും ദൈവസഭയെ നയിച്ച 2 ദിവസത്തെ അനുഗ്രഹീത കൺവെൻഷൻ പാസ്റ്റർ ഗ്ലാഡ്സൺ ജോണിന്റെ നേതൃത്വത്തിൽ നടക്കുവാനിടയായി. 15 വർഷത്തിന് ശേഷം ദുബായ് ചർച്ച് ഓഫ് ഗോഡ് ദ്വിദിന കൺവെൻഷന് ആതിഥേയത്വം വഹിച്ചു. കൺവെൻഷന്റെ മുഴുവൻ ആസൂത്രണത്തിലും നിർവഹണത്തിലും പാസ്റ്റർ ഗ്ലാഡ്സൺ ജോണിന്റെ പങ്ക് നിർണായകമായിരുന്നു. ബൈബിൾ പഠന ക്ലാസുകൾ പാസ്റ്റർ ഗ്ലാഡ്സന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച തോറും നടന്ന ബൈബിൾ പഠന ക്ലാസുകൾ സഭയുടെ ആത്മീയ സമ്പുഷ്ടീകരണത്തിന്റെ ഒരു മൂലക്കല്ലായി മാറി. അടിസ്ഥാനപരവും ദൈവശാസ്ത്രപരവുമായ നിരവധി വിഷയങ്ങൾ ഈ സെക്ഷനുകളിൽ പഠിപ്പിക്കുകയുണ്ടായി. കോട്ടേജ് മീറ്റിംഗുകൾ പാസ്റ്റർ ഗ്ലാഡ്സന്റെ നേതൃത്വത്തിൽ വിവിധ ഭവനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഏരിയ മീറ്റിംഗുകൾ സഭ ആരംഭിച്ചു. ഈ കൂട്ടായ്മകൾ ആത്മീയ പോഷണത്തിന്റെ ഒരു വിലപ്പെട്ട സമയമായി മാറി. സഹോദരീ സഹോദരന്മാർക്ക് വചനത്തിൽ നിന്ന് പങ്കുവെക്കാനും ഐക്യമത്യപ്പെട്ട് പ്രവർത്തിക്കാനും ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കാനും കഴിയുന്ന ഒരിടം സൃഷ്ടിക്കാനും ഈ മീറ്റിങ്ങുകൾ മുഖേന സാധിച്ചു. ഗ്രാജുവേഷൻ യുവതലമുറയുടെ നേട്ടങ്ങളെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിൽ പാസ്റ്റർ ഗ്ലാഡ്സൺ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ സഭയിലെ 9 കുട്ടികൾക്കായി പ്രാർത്ഥിക്കാനും അവർക്ക് ബിരുദം നൽകാനും അദ്ദേഹത്തിന് സാധിച്ചു. ജീവിതത്തിന്റെ പുതിയ അധ്യായങ്ങളിലേക്ക് അവർ കാലെടുത്ത് വെക്കുമ്പോൾ ആവശ്യമായ എല്ലാ ഉപദേശങ്ങൾ നൽകുന്നതിലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. സഭാവാർഷികം ദൈവത്തിന്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കാനും അവന്റെ വിശ്വസ്തതയ്ക്ക് നന്ദി പ്രകടിപ്പിക്കാനും വാർഷികങ്ങൾ കൊണ്ടാടുന്നു. പാസ്റ്റർ ഗ്ലാഡ്സന്റെ ചിന്താപൂർവമായ മാർഗനിർദ്ദേശത്തിൽ തന്റെ പ്രവർത്തന കാലയളവിലെ വാർഷികങ്ങൾ വെറുമൊരു ആഘോഷത്തെക്കാൾ ഉപരി ആത്മീയ വളർച്ചയ്ക്കും കൂട്ടായ്മയ്ക്കും കാരണമായി. സഭയുടെ ദൗത്യവും ദർശനവും ശക്തിപ്പെടുത്തുന്ന ഒരു ആത്മീയ നാഴികക്കല്ലായി ഇവ മാറി. മിഷൻ പ്രവർത്തനങ്ങളിൽ പാസ്റ്റർ ഗ്ലാഡ്സന്റെ സുവിശേഷീകരണത്തോടുള്ള അഭിനിവേശം പ്രകടമായിരുന്നു. മിഷൻ ബോർഡ് ടീമിനൊപ്പം അദ്ദേഹം ഉത്തർപ്രദേശിലേക്കും പഞ്ചാബിലേക്കും മിഷൻ യാത്രകൾ നടത്തി. അനേകരോട് സുവിശേഷം പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ UAE-യിലെ അനേക സഹോദരങ്ങളുടെ ജീവിതത്തെ സ്പർശിച്ചു. അവരുടെ അടുക്കൽ അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങളും പ്രാർത്ഥനകളും അവർക്ക് ആവശ്യമായ ആത്മീയ ഉന്നമനവും പ്രോത്സാഹനവും നൽകി. സ്നാനം
പാസ്റ്റർ ഗ്ലാഡ്സൺ ജോണിന്റെ ശുശ്രൂഷയിൽ നിരവധി പേർക്ക് ക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷീകരിക്കാൻ സാധിച്ചു. ദൈവസഭ ആത്മീയ അറിവിലും വിശ്വാസത്തിലും വളരുന്നുവെന്ന് തന്റെ പ്രവർത്തന കാലയളവിൽ അദ്ദേഹം ഉറപ്പുവരുത്തി എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. പ്രസംഗവേദിക്കപ്പുറം ഒരു ഇടയൻ. ഒരു പ്രസംഗകനും അധ്യാപകനും എന്ന നിലയിലുള്ള തന്റെ പങ്കിനപ്പുറം പാസ്റ്റർ ഗ്ലാഡ്സൺ വിദ്യാർത്ഥികൾക്കും ബാച്ചിലേഴ്സിനും സഭയ്ക്കുള്ളിലെ കുടുംബാംഗങ്ങൾക്കും പ്രോത്സാഹനത്തിന്റെ ഒരു ദീപശിഖയായി മാറി. തന്റെ അചഞ്ചലമായ പിന്തുണയിലൂടെ സഭയുടെ ഓരോ അംഗവും ജീവിതത്തിന്റെ ഓരോ പുതിയ കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവർ ആത്മീയമായി ശക്തിപ്പെടുന്നുവെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. പാസ്റ്റർ ഗ്ലാഡ്സൺ, സിസ്റ്റർ സൂസൻ, നിങ്ങൾ ഇവിടെ നിന്നും വിട പറഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ നന്ദിയോടും സ്നേഹത്തോടും കൂടി തിരിഞ്ഞു നോക്കുന്നു. നിങ്ങൾ നട്ട വിത്തുകൾ നിങ്ങൾ സ്പർശിച്ച എല്ലാവരുടെയും ഹൃദയങ്ങളിൽ തുടർന്നും ഫലം കായ്ക്കും. വിശ്വാസത്തോടും എളിമയോടും കൂടി നിങ്ങൾ ഞങ്ങളെ നയിച്ചു. നിങ്ങളുടെ മാർഗനിർദ്ദേശം ക്രിസ്തുവിനൊപ്പമുള്ള ഞങ്ങളുടെ യാത്രയെ ശക്തിപ്പെടുത്തി. നിങ്ങൾ എവിടെയായിരുന്നാലും ദൈവത്തിനു വേണ്ടി അധികമായി പ്രയോജനപ്പെടുമാറാകട്ടെ. The Lord bless you and keep you. The Lord Make His face shine on you and be gracious to you. the Lord turn His face toward you and give you peace. അഭിനന്ദനങ്ങൾ, ഹൃദയംഗമമായ അനുമോദനങ്ങൾ. ക്രിസ്തുവിൽ നിങ്ങളിരുവർക്കും ചർച്ച് ഓഫ് ഗോഡ് ദുബായിയുടെ എല്ലാ ആശംസകളും.